അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ഹെഡായിട്ട് നിൽക്കുന്ന ആളാണ് ഈ ആരോഗ്യവകുപ്പ് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ ഒരു സുപ്രഭാതത്തിൽ ഒന്നും അന്വേഷിക്കാതെ അല്ലെങ്കിൽ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകാതെ 2.5 ദിവസം മാത്രം അവധിയെടുത്തു എന്നുള്ള കാരണത്താൽ അവരെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ, ഡോക്ടർ കെ ജെ റീനെ പോലെയുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓഫീസർ, ഇവരാരെയും വകവയ്ക്കത്തില്ല, ഒരാളെ വകവയ്ക്കത്തില്ല. കഴിഞ്ഞ ദിവസം കെ വി ഗണേഷ് കുമാർ, മുൻ MLA, പത്തനാപുരം MLA പറയുന്നത് കേട്ടു, ഈ ഒരു ആരോഗ്യവകുപ്പ് ഡയറക്ടറെ വിളിച്ചു കഴിഞ്ഞാൽ അവരോട് ഒരു കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല, അവർ ആ കാര്യങ്ങൾ ചെയ്യാനായിട്ടും തയ്യാറാവത്തില്ല എന്ന രീതിയിൽ പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം കാര്യങ്ങളെക്കുറിച്ച് പിടികിട്ടി. 5 വർഷത്തെ അവധിയൊക്കെ എടുത്ത് ഡോക്ടർമാർ വിദേശത്തേക്ക് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ്? ഇവിടെ സ്ഥിരമായിട്ടൊരു ഡോക്ടറില്ലാത്ത അവസ്ഥ വരുന്നു. ഇപ്പം നമ്മൾ പല പ്രൈമറി ഹെൽത്ത് സെൻ്ററിലും ചെല്ലുന്ന സമയത്ത് അവിടെ ടെമ്പററി ഡോക്ടേഴ്സാണുള്ളത്. എന്തുകൊണ്ടാണ് ഈ താൽക്കാലിക ഡോക്ടർമാർ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം? അവിടെ പെർമനൻ്റ് ആയിട്ടുള്ള ഡോക്ടർ ലോങ് ലീവ് എടുത്ത് മറ്റ് രാജ്യത്ത് പോയി പണം സമ്പാദിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ മുരളീധരൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയാണ്. വീഴ്ചയെ വീഴ്ചയായിട്ട് സമ്മതിച്ചേ മതിയാകൂ. അതല്ലാണ്ട് അതിനെന്ത് ന്യായീകരണം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. നമസ്കാരം. ഇന്ന് പുതിയ സർക്കാർ, അതായത് UDF സർക്കാർ അധികാരത്തിലേറിയിട്ട് ഒരു മാസമാകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതിനോടകം തന്നെ ഒരുപാട് വിവാദങ്ങളും ഉടലെടുത്ത ഒരു സാഹചര്യം കൂടെയാണ്. ഇപ്പോൾ ഒരു ആരോഗ്യവകുപ്പിന് ഒരു കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ആരോഗ്യവകുപ്പ് ഡയറക്ടറിനെ മാറ്റിയ ഒരു സാഹചര്യത്തിൽ പരസ്യമായിട്ട് ആരോഗ്യമന്ത്രി ആക്ഷേപിക്കുക വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു വകുപ്പിന്റെ മാത്രം ഒരു തിരിച്ചടിയോ അല്ലെങ്കിൽ ഒരു സർക്കാരിന് മുഴുവനായിട്ടുള്ള ഒരു തിരിച്ചടിയല്ലേ ഇത്? ഡോക്ടർ കെ ജെ റീന, ആരോഗ്യ വകുപ്പ് ഡയറക്ടർ, അതായത് നമ്മുടെ ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി, അതിന് താഴെ വരുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു പോസ്റ്റാണ് ഈ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ എന്ന് പറയുന്നത്. അതായത് ആരോഗ്യ വകുപ്പിലെ എല്ലാ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ട്രാൻസ്ഫർ സംബന്ധിച്ച വിഷയങ്ങളിലൊക്കെ കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ്, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ഹെഡായിട്ട് നിൽക്കുന്ന ആളാണ് ഈ ആരോഗ്യവകുപ്പ് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ ഒരു സുപ്രഭാതത്തിൽ ഒന്നും അന്വേഷിക്കാതെ അല്ലെങ്കിൽ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകാതെ 2.5 ദിവസം മാത്രം അവധിയെടുത്തു എന്നുള്ള കാരണത്താൽ അവരെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ്. അപ്പോൾ അതിനെതിരെ അവരെന്ത് കാണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുന്നു. ആ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇവർക്ക് അനുകൂലമായിട്ട്, അതായത് ഇവരെ ഈ ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയ ആ ഒരു തീരുമാനത്തെ സ്റ്റേ ചെയ്തിരിക്കുന്നു. ഇത് സംസ്ഥാനത്തെ സർക്കാരിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അടിയാണ്. ഇതിനു മുമ്പ് സെൻകുമാർ ഇങ്ങനെ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുകയും അതിനുശേഷം ഇവിടെ DGP ആയിട്ട് തിരിച്ചെത്തുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു കാഴ്ച നമ്മുടെ കൺമുമ്പിലുണ്ട് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇവിടെ ഈ ആരോഗ്യവകുപ്പ് അഴിമതിരഹിതം ആകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കുറവാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിനകത്ത് അഴിമതി ഉണ്ടാവും. അപ്പോൾ ഇതേപോലത്തെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ, ഡോക്ടർ കെ ജെ റീനെ പോലെയുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓഫീസർ, ഇവരാരെയും വകവയ്ക്കത്തില്ല, ഒരാളെ വകവയ്ക്കത്തില്ല. കഴിഞ്ഞ ദിവസം കെ വി ഗണേഷ് കുമാർ, മുൻ MLA, പത്തനാപുരം MLA പറയുന്നത് കേട്ടു, ഈ ഒരു ആരോഗ്യവകുപ്പ് ഡയറക്ടറെ വിളിച്ചു കഴിഞ്ഞാൽ അവരോട് ഒരു കാര്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല, അവർ ആ കാര്യങ്ങൾ ചെയ്യാനായിട്ടും തയ്യാറാവത്തില്ല എന്ന രീതിയിൽ പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം കാര്യങ്ങളെക്കുറിച്ച് പിടികിട്ടി. അങ്ങനെ നല്ലൊരു ആരോഗ്യവകുപ്പ് ഡയറക്ടറായിട്ടിരിക്കുന്ന ഒരാളെ എന്തിനാണ് ഇവർ മാറ്റുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. ഇവരെ മാറ്റുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് 1980-85 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ഒരു രാമചന്ദ്രൻ നായർ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ ഈ ഡയറക്ടറെ വിളിച്ചതിന് ശേഷം പറഞ്ഞു, ഇനി ഈ സ്ഥലം മാറ്റം ആവശ്യപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ലോങ് ലീവ് ആവശ്യപ്പെട്ട് വരുന്ന ആളുകളോട് നേരിട്ട് എന്നെ കാണാൻ വേണ്ടി പറയണം. അതെന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ഉള്ള കാര്യം എല്ലാവർക്കും വ്യക്തമല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോക്ടർമാരപ്പോൾ നേരിട്ട് മന്ത്രിയെ സമീപിക്കാൻ തുടങ്ങി. അപ്പോൾ മന്ത്രി അവരോട് ചോദിക്കും, നിങ്ങളിപ്പോൾ എന്തിനാണ് ഈ 5 വർഷത്തെ ലോങ് ലീവ് എടുക്കുന്നത്? അപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് വിദേശത്ത് പോയി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ പറയും. അപ്പോൾ അവർ ചോദിക്കും, നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ എത്ര രൂപ ശമ്പളം കിട്ടും? അപ്പോൾ അവർ പറയും, ഞങ്ങൾക്കൊരു 10,000 അല്ലെങ്കിൽ 25,000 കിട്ടുമെന്ന് പറയും. അപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിൽ 2,000-3,000 ഒക്കെ ആയിരിക്കും ഒരു പക്ഷേ ഡോക്ടർമാരുടെ ശമ്പളം എന്ന് പറയുന്നത്. അപ്പോൾ വിദേശത്ത് പോകുന്ന സമയത്ത് ഇവർക്ക് എത്ര 25,000 വെച്ച് കൂട്ടി കഴിയുമ്പോഴത്തേക്ക് 5 വർഷത്തിന് കൊണ്ട് നിങ്ങൾ എത്ര രൂപ സമ്പാദിക്കും? ഇത്ര രൂപ സമ്പാദിക്കും എന്ന് പറയും. അപ്പോൾ ഉടനെ മന്ത്രി ഇവരോട് നേരിട്ട് ചോദിക്കും, എനിക്കതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്ന് നേരിട്ട് ചോദിച്ചിട്ടുള്ള ഒരു മന്ത്രി, ഒരു ആരോഗ്യമന്ത്രി ഉള്ള നാടായിരുന്നു കേരളം എന്ന് പറയുന്നത്. അതായത് പച്ചയായിട്ട് അഴിമതി
നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു ലോങ് ലീവ് സാങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൈക്കൂലി മേടിച്ചിട്ടുള്ള മന്ത്രിമാർ ഇരുന്നിട്ടുള്ള ഒരു നാടാണ് ഈ കേരളം എന്ന് പറയുന്നത്. അത് കൂടാതെ തന്നെ വേറൊരു കാര്യം ഞാൻ ചോദിച്ചോളട്ടെ, ഈ 5 വർഷത്തെ അവധിയൊക്കെ എടുത്ത് ഡോക്ടർമാർ വിദേശത്തേക്ക് പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ്? ഇവിടെ സ്ഥിരമായിട്ടൊരു ഡോക്ടർ ഇല്ലാത്ത അവസ്ഥ വരുന്നു. ഇപ്പം നമ്മൾ പല പ്രൈമറി ഹെൽത്ത് സെൻ്ററിലും ചെല്ലുന്ന സമയത്ത് അവിടെ ടെമ്പററി ഡോക്ടേഴ്സാണുള്ളത്. എന്തുകൊണ്ടാണ് ഈ താൽക്കാലിക ഡോക്ടർമാർ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം? അവിടെ പെർമനൻ്റ് ആയിട്ടുള്ള ഡോക്ടർ ലോങ് ലീവ് എടുത്ത് മറ്റ് രാജ്യത്ത് പോയി പണം സമ്പാദിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അതായത് ആരോഗ്യ വകുപ്പ് മന്ത്രിയും അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പും എടുക്കേണ്ട കർശനമായിട്ടുള്ളൊരു തീരുമാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 5 വർഷക്കാലത്തേക്ക് ലോങ് ലീവ് എടുത്ത് വിദേശത്തേക്ക് പോയി വലിയ കോടീശ്വരന്മാരാകാൻ വേണ്ടി പോകുന്നവരെ ഡിസ്മിസ് ചെയ്ത് വിടണം. അതല്ലെങ്കിൽ പിന്നെ ആയുസ് അവസാനിക്കുന്നതിൻ്റെ അവസാന സമയമാകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇവർ റിട്ടയർ ചെയ്യേണ്ട അവസാന നാളാകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ തിരിച്ചു വന്നിട്ട് വീണ്ടും ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാവും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ഉള്ള ഒരു സീനിയോറിറ്റിയോട് കൂടി തന്നെ ഇവർക്ക് പെൻഷൻ കൊടുക്കേണ്ടി വരും. ആ ഒരു അധിക ബാധ്യത എന്തിനാണ് സർക്കാർ എടുത്ത് തലയിൽ വെക്കുന്നത്? എന്തിനാണ് സർക്കാർ എടുത്ത് തലയിൽ വെക്കുന്നത്? അത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നല്ലേ ആ ഒരു പെൻഷൻ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ മുരളീധരൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയാണ്. വീഴ്ചയെ വീഴ്ചയായിട്ട് സമ്മതിച്ചേ മതിയാകൂ. അതല്ലാണ്ട് അതിനെന്ത് ന്യായീകരണം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. കാരണം അതല്ലെങ്കിൽ പാമ്പിനെ കയറി ചവിട്ടി ചെയ്തുകൊണ്ടാണ് പാമ്പ് കടിച്ചത്, അങ്ങനെയുള്ള ഈ യുക്തി കൊണ്ടൊന്നും ഇവിടെ വന്നിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഇവിടെ ഇപ്പോൾ എന്താണ്, ആരോഗ്യ വകുപ്പിനെതിരെയാണ് ഏറ്റവും കൂടുതൽ ആരോപണങ്ങളും പരിഹാസങ്ങളും ഉണ്ടാകുന്നത്. ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായ തകർക്കുന്ന രീതിയിലേക്കാണ് ആരോഗ്യ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ പോകുന്നത് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയമില്ല. ഓരോ ദിവസവും ഈ മന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഈ മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ നിപ്പ ബാധിച്ചും പനി ബാധിച്ചും ഒക്കെ എത്ര ആളുകളാണ് മരിച്ചിട്ടുള്ളത്? അവരെ സംബന്ധിച്ച കണക്കുകൾ എന്താണ് സർക്കാർ പുറത്തേക്ക് വിടാത്തത്? ഓരോ ദിവസവും ഗവൺമെൻറ് ആശുപത്രികളിലേക്കും സ്വകാര്യ ആശുപത്രികളിലേക്കും പനിയായിട്ട് ചികിത്സയ്ക്ക് എത്തുന്നത് എത്ര ലക്ഷക്കണക്കിന് രോഗികളാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം തന്നെ ശ്രീ കെ മുരളീധരൻ മന്ത്രിയായിട്ട് വന്ന സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, രോഗികളെ ആരെയും നിലത്ത് കിടത്തി ചികിത്സിക്കില്ല. അങ്ങനെ നിലത്ത് കിടത്തി ചികിത്സിക്കില്ല എന്നൊരു തീരുമാനം അദ്ദേഹം പറയുന്ന സമയത്തും വേണമെങ്കിൽ പ്രതിപക്ഷത്തിന് ആരോപിക്കാം അത് സ്വകാര്യ ആശുപത്രികളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. കാരണം ഗവൺമെൻറ് ആശുപത്രികൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതിൽ കൂടുതൽ രോഗികളെ അഡ്മിറ്റ് ആക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരെ നിലത്ത് തന്നെ കിടത്തേണ്ടി വരും. ഇത് പരമ്പരാഗതമായ രീതിയാണ്. അതിനുവേണ്ടി അതല്ലെങ്കിൽ കൂടുതൽ കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെ സർക്കാർ ഒരുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. അങ്ങനെ കെട്ടിടങ്ങളും സൗകര്യങ്ങളൊന്നും ഒരുക്കാതെ വരുമ്പോഴത്തേക്ക് സ്വകാര്യ ആശുപത്രിയിൽ പോകാനായിട്ട് പണമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിട്ട് അവർ ഗവൺമെൻറ് ആശുപത്രിയെ ആശ്രയിക്കും. ഗവൺമെൻറ് ആശുപത്രി ആശ്രയിക്കുന്ന സമയത്ത് അവർക്ക് ബെഡ് കിട്ടിയിട്ടില്ലെങ്കിൽ അവരൊരു പായ വിരിച്ചിട്ട് ഒരു തലയണയുമായിട്ട് നിലത്ത് കിടക്കും. ആ രോഗിയെ ചികിത്സിച്ചേ പറ്റൂ സർക്കാർ. ജനങ്ങളുടെ കയ്യടി വാങ്ങാൻ വേണ്ടിയിട്ട് ഇനി ഞങ്ങൾ നിലത്ത് കടത്തി ചികിത്സിക്കില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ചികിത്സ നിഷേധിക്കപ്പെടുന്നത് സാധാരണക്കാരായിട്ടുള്ള രോഗികൾക്കാണ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്, നമ്മുടെ സഹോദരങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ നമുക്കറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്, ഈ കാനഡ പോലെയുള്ള സ്ഥലത്തൊക്കെ ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോലെയുള്ള സ്ഥലത്തൊക്കെ ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ 10ഉം 15ഉം ചിലപ്പോൾ 1 മാസം വരെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അവിടുത്തെ ഒരു ക്ലൈമറ്റും വ്യത്യാസം ഉണ്ടാവും. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഈ കെ മുരളീധരൻ പറയുന്ന പോലെ ഈ കിടത്തി ചികിത്സിക്കത്തില്ല, ബെഡ് ഒഴിവ് വന്നതിന് ശേഷം മാത്രമേ ഗവൺമെൻറ് ആശുപത്രിയിൽ രോഗികളെ എൻ്റർടൈൻ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത്? യാതൊരുവിധ അടിസ്ഥാനവുമില്ല. ഇനിയിപ്പോൾ നമുക്ക് നേരെ തിരിച്ച് ഈ ഡോക്ടർ കെ ജെ റീനയുടെ കാര്യത്തിലേക്ക് തന്നെ വരാം. ഇപ്പോൾ അവർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചിരിക്കുന്നു. അവിടെ നിന്ന് അവരുടെ സ്ഥലമാറ്റത്തെ അവർ സ്റ്റേ മേടിച്ചിരിക്കുന്നു. അതായത് ഇത് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് ഇത് ഇങ്ങനത്തെ അബദ്ധങ്ങൾ ഈ ഗവൺമെൻറ് വന്ന 1 മാസത്തിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ആദ്യം തന്നെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിട്ടുള്ള സണ്ണി ജോസഫിൻ്റെ അളിയനെ സെക്രട്ടറിയാക്കി വെക്കുന്നു, രാജിവെച്ച് പോകേണ്ടി വരുന്നു. അതിനുശേഷം KP പ്രദീപിനെ ശബരിമലയുടെ പ്രത്യേക പ്ലീഡറായിട്ട് വെക്കുന്നു, അവിടെ നിന്ന് രാജിവെക്കേണ്ടി വന്നു, 2ാമത്തെ വിക്കറ്റ്. ഇതിപ്പോൾ വീണ്ടും അതിലും വലിയ കനത്ത ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഈ ഡോക്ടർ കെ ജെ റീനയ്ക്ക് തിരിച്ചെടുക്കാൻ പറഞ്ഞുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇട്ടിരിക്കുന്ന ഓർഡർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കെ മുരളീധരൻ്റെ പിടിവാശി മൂലമാണ്. അതല്ലെങ്കിൽ നമ്മൾ കെ മുരളീധരൻ അഴിമതിക്കാരനാണെന്നൊന്നും പറയില്ല,
പക്ഷേ ഈ ഡോക്ടർമാരുടെ സ്ഥലം മാറ്റം, ലോങ് ലീവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഇടപാടുകൾ നടത്താൻ വേണ്ടിയിട്ട് ഉള്ള ലക്ഷ്യത്തോടുകൂടി, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് കേൾക്കുന്ന, അദ്ദേഹത്തോടൊപ്പം അഴിമതി ചെയ്യാൻ കൂട്ടുനിൽക്കുന്ന ഒരാൾ ആ സ്ഥാനത്ത് വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചാൽ അത് തെറ്റാണ്. എന്നാൽ ഈ പറഞ്ഞ ആരോഗ്യ ഡയറക്ടർ വളരെ ഗുരുതരമായിട്ടുള്ള, അതായത് സിസ്റ്റത്തിന് യോജിക്കാത്ത രീതിയിലുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങളുമായിട്ട് രംഗത്ത് വന്നു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ സ്ഥലം മാറ്റാം. മറിച്ച് ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല, 20 ദിവസമോ 25 ദിവസം കൊണ്ട് അവർ തുടർച്ചയായി ലീവായിരുന്നു എന്നുള്ളൊരു ആരോപണമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഔദ്യോഗികമായിട്ട് തന്നെ ഈ കെ ജെ റീനയ്ക്കെതിരെ ഉന്നയിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് അവർ 2 ദിവസത്തിനുള്ളിൽ തന്നെ പ്രൂവ് ചെയ്തു. കാരണം മടിയിൽ കനമില്ലാത്ത ഡോക്ടർ കെ ജെ റീന എന്തിനു ഭയപ്പെടണം ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ മുരളീധരനെ? അവർ ധൈര്യത്തോടു കൂടി നിൽക്കുന്നേ. അവർക്കവരുടെ കയ്യിൽ അഴിമതിയുടെ കറ പുരണ്ടിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അഴിമതിയുടെ കറ പുരളാത്ത ആളുകളെ സംബന്ധിച്ചിട്ട് അവർ ധൈര്യപൂർവ്വം തന്നെ നെഞ്ചു വിരിച്ചുവരെ നിൽക്കും. അതിനകത്തൊന്നും ഒരു സംശയം വേണ്ട. അല്ലെങ്കിൽ വി എസ് ശിവകുമാറിൻ്റെ കാലഘട്ടത്തിൽ നടന്ന പോലെയുള്ള അഴിമതികൾക്കാണ് കോപ്പ് കൂട്ടുന്നതെങ്കിൽ അത് നടക്കാനായിട്ടുള്ള സാഹചര്യം ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിലില്ല എന്ന് മനസ്സിലാക്കിക്കോളൂ. കാരണം അന്നത്തെ ഒരു മാധ്യമ ലോകമല്ല ഇന്നിവിടെയുള്ളത്. ഇന്നിവിടെ ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരുപാട് മാധ്യമങ്ങൾ നല്ല ഉണർവോടുകൂടെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്ത് അഴിമതി എവിടെ കണ്ടാലും അത് വെളിച്ചത്ത് വരിക തന്നെ ചെയ്യും. ഇനിയും ഡോക്ടർ കെ ജെ റീനമാരെ സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പും സർക്കാരിനും സാധിക്കട്ടെ എന്ന് പറയാൻ മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് സാധിക്കത്തുള്ളൂ.